കൂട്ടരെ എന്താ പാട്? അപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. വീഡിയോ അവസാനം വരെ കാണാൻ. ഇന്നത്തെ ആയിട്ട് മാടിന്റെ കൗത്തോണ്ട് ഒരു അടിപൊളി മസാല ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ആടുവിടെ വെട്ടി നുറുക്കി കക്കി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. തിജ്ജ് കത്തിക്കുക, മൺചട്ടി അടുപ്പിൽ വെക്കുക, ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വറുത്ത് മാറ്റി വെക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇറച്ചി തിളപ്പിച്ചിട്ടുള്ള കച്ചറയും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം. ഇത് കൗത്തറച്ചിയിൽ നെജ്ജും ചോരയാണ്. ചട്ടി അടുപ്പിൽ വെക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിനു ശേഷം അതിലേക്ക് വലിയ നോക്കിയിട്ട് 921 901 ഇടയിൽ മല്ലിയും ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ചുവന്ന കളറായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായി, കുരുമുളക് ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് ഒരു വലിയ ഉള്ളിയും വെട്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സൺഫ്ലവർ ഓയിലിന്റെ അളവ് 6 തുള്ളിയും 6 സ്പൂൺ ആട്ടോ. പിന്നെ അതിലേക്ക് ഒരു പോത്ത് തക്കാളി ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഒന്നര മൂടിയൊക്കെ ഒന്ന് പദം വരാൻ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് മാറ്റി വെച്ച മല്ലി ഇട്ട് കൊടുക്കുക. തിജ്ജ് കമ്മിയാക്കിയിട്ട് നേരം കൊണ്ട് വയറ്റിയെടുക്കുക. പിന്നെ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഒന്നര മൂടി വെക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി അവസാനം ഇട്ട് കൊടുക്കുക, അതും കൂട്ടി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും വേപ്പിഞ്ചില ഇട്ട് കൊടുക്കുക. വേപ്പിഞ്ചില ഏകദേശം ഒരു 3 മാസം മൂപ്പയിലുമാണ്. പിന്നെ എന്താ വെച്ചാൽ മട്ടന്റെ സൂപ്പ് ഉണ്ടല്ലോ, അതിന് കുറച്ച് സൂപ്പ് ഇതൊക്കെ പറഞ്ഞൊന്ന് പദം വരുത്തി കഴിഞ്ഞാൽ നമ്മളെ കൗത്തറച്ചി നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ സൂപ്പും കുറച്ച് പറയെടുക്കുക, നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. കൗത്തറച്ചി തിളപ്പിച്ച വെള്ളം പാരുന്നത് എന്തിനാന്ന് പറയാം, മസാലയൊക്കെ പെട്ടെന്ന് അതിൽ പിടിച്ചാൽ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ വെറുതെയാകും. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് നല്ല കൂട്ടി യോജിപ്പിക്കുക. കൂടുതൽ ചിന്തിക്കാതെ എന്ത് ചെയ്യുക, ഒന്നര മൂടിയൊക്കെ അതിന്റെ മണം കാര്യങ്ങളൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 120 സെക്കൻഡ് കഴിഞ്ഞാൽ ഇതേ കോലത്തിലായിട്ടുണ്ട്. നന്നായിട്ട് നല്ല കൂട്ടി യോജിപ്പിക്കുക. എന്തായാലും നല്ല ഉപ്പുണ്ടോ നോക്കട്ടെ. സംഭവം സാറായിക്കണം. എന്റെ ബാപ്പ അത്ര നല്ലൊരു സാധനം തുണി അവർ പറഞ്ഞിട്ടുണ്ടാവില്ല. എണ്ണ നല്ല വെച്ചാൽ എന്തിനാന്ന് ഇതിങ്ങനെ ഒരു മസാല ആയിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ ഇതേമാതിരി മഞ്ഞ പ്ലേറ്റിങ്ങനെ വിളമ്പുക. അപ്പൊ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായങ്ങളും അറിവുകളും പങ്കുവെക്കാൻ മറക്കരുത്. ഇങ്ങനെ ഏത് ഇറച്ചി വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ എന്ത് തിജ്ജ് കമ്മിയാക്കിയാൽ മതി മസാലയ്ക്കുമ്പോൾ. കൗത്തിറച്ചി ഇങ്ങനെ ഉണ്ടാക്കി തന്നാലേ കൗത്തിന് വളരെ നല്ലതാണ്. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.